അതൊരു പ്രതീക്ഷയോടെയുള്ളതാണ്. അതേ അവസരത്തിൽ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതും അതും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത് STU എപ്പോഴും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പാണ് നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും, ഇപ്പോൾ പ്രമോദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായിട്ടാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഗവൺമെന്റുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് അങ്ങേയറ്റത്തെ നിരാശ ഉണ്ടാക്കുന്നു. പല തൊഴിൽ നിയമങ്ങളും അങ്ങനെയാണ്. തൊഴിലാളിയുടെ സുരക്ഷ സംബന്ധിച്ച നിയമം നാട് പാർലമെന്റ് പാസാക്കി. തൊഴിലാളികളുടെ സാലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പാർലമെന്റ് ഒരു കോഡ് പാസാക്കി. അതുപോലെ തൊഴിലാളിയും അതുപോലെ തന്നെ വ്യവസായവുമായിട്ടുള്ള തൊഴിൽ മേഖലയുടെ ബന്ധങ്ങൾ അതിനെ നിർവചിച്ചുകൊണ്ടുള്ള ഒരു കോഡ് പാർലമെന്റ് പാസാക്കി. ഇതിലെല്ലാം തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനമായിരുന്നു. അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. മഹാനായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഭരണാധികാരികൾ ഭരിച്ച നമ്മുടെ രാജ്യത്ത് നെഹ്റു എന്നും തൊഴിൽ മേഖലയോടും തൊഴിലാളികളോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. വളരെ സൗഹൃദപൂർവമായിട്ടായിരുന്നു അദ്ദേഹം തൊഴിൽ മേഖലയോടും തൊഴിലാളികളോടും പെരുമാറിയിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്ന മഹാത്മാഗാന്ധിയുടെ പേര് പോലും തൊഴിൽ മേഖലയിൽ നിന്നും അവർ വെട്ടിമാറ്റുന്നു എന്നുള്ളതാണ്. നെഹ്റുവിന് ശേഷവും കോൺഗ്രസിന്റെ ആ പാരമ്പര്യം ഇവിടെ തുടർന്നു. അത് പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പോലും അതിവിടെ നിലനിന്നു. ആ സൗഹൃദ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ നാമത്തിലുള്ള തൊഴിൽ ഉറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ലോകത്ത് എവിടെയും അത്തരമൊരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ആർക്കും എപ്പോഴും തൊഴിൽ നേടാവുന്ന, ആർക്കും എപ്പോഴും അവരുടെ അക്കൗണ്ടുകളിലേക്ക് വേതനം പറ്റാവുന്ന തരത്തിലുള്ളൊരു പദ്ധതിയാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. എല്ലാവർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ പരിശ്രമം അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇല്ലാതാക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വിട്ടുമാറ്റി അവരുടെ ലക്ഷ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനുള്ള ബാധ്യത തൊഴിലാളി യൂണിയനുകൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും STU ഇപ്പോഴും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. മഹാന്മാരായ നേതാക്കന്മാരുടെ ആ പാരമ്പര്യം ഇവിടെ പറഞ്ഞു. സി സാഹിബിന്റെ പാരമ്പര്യമുണ്ട്, അവരുടെ മാർഗദർശനങ്ങളുണ്ട്. അതുപോലെ CH മുഹമ്മദ് സാഹിബ് അദ്ദേഹമൊക്കെ പുലർത്തിയ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളോടൊക്കെ അദ്ദേഹം പുലർത്തിയിട്ടുള്ള വളരെ ഹൃദയപൂർവമായിട്ടുള്ള സമീപനങ്ങൾ, മാർഗദർശനങ്ങൾ, അതൊക്കെ തന്നെ STUവിന് എന്നും മാർഗദർശകമായിട്ടുണ്ട്. അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. STU ഒരു റഡാറായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊഴിൽ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ കേന്ദ്ര കൊണ്ടുവന്നാലും സംസ്ഥാനം കൊണ്ടുവന്നാലും തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെ STU ഒരു റഡാർ പോലെ പ്രവർത്തിക്കുന്നു. ആ റഡാർ നിങ്ങൾക്ക് എപ്പോഴും അതിന്റെ വിവരം നൽകുന്നു. അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നു. റഹ്മത്തുള്ളാഹി സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയൻ എന്നുള്ളത്. കേരളത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ. നേരത്തെ ഇവിടെ പറഞ്ഞു, വ്യവസായങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ജോലി ചെയ്യാനുള്ള ഇടമില്ല. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവണതകൾ, അവിടെയും നമ്മുടെ കാർഷിക വിഭവങ്ങൾക്ക് വിലയില്ല, കൃഷിക്കാരന് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, അവന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് നൽകുന്നില്ല. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ
അവരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഗവൺമെന്റ്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും. കേന്ദ്രത്തിൽ നമുക്ക് കർഷക സമരത്തോട് കേന്ദ്രം നടത്തിയ സമീപനം അങ്ങനെ ആയിരുന്നല്ലോ. അതിനൊരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ആശാവർക്കർമാർ അവരുടെയൊക്കെ സേവനങ്ങൾ ഒരുതരം മാതൃത്വ തുല്യമായിട്ടുള്ള സേവനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിലും അതുപോലെ തന്നെ സേവന കേന്ദ്രങ്ങളിലുമൊക്കെ അവര് ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹോദരന്മാർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, ആ സേവനങ്ങളുടെ പേരിൽ അവര് സമരം നടത്തി. അതിന് ഗവൺമെന്റിന്റെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് മാസങ്ങളോളം അവർ സമരം നടത്തി. ആ ആശാവർക്കർമാരെ നിരാശാവർക്കർമാരായി മാറ്റി എന്നല്ലാതെ അവർക്ക് വേണ്ടി ഒരു വിധത്തിലുള്ള ആനുകൂല്യവും നൽകാൻ സർക്കാർ ആ സമരത്തിന്റെ പേരിൽ തയ്യാറായില്ല. ഇപ്പൊ ഇലക്ഷൻ വന്നുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേൾക്കുന്നു. പക്ഷേ അവര് ആവശ്യം ഉന്നയിച്ച സന്ദർഭത്തിൽ അവരെ അങ്ങേയറ്റം നിരാകരിച്ചൊരു സമീപനമാണ് ഗവൺമെന്റിൽ നിന്നുണ്ടായത്. ഈ തൊഴിൽ വിരുദ്ധം ഇത് വാസ്തവത്തില് അതിപ്പോ കേരളം ഭരിക്കുന്ന സർക്കാർ തൊഴിലാളി സർക്കാരാണല്ലോ എന്നാണല്ലോ പറയപ്പെടുന്നത്. പക്ഷെ അവര് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്, കേന്ദ്രം ചെയ്യുന്നത് പോലെ തന്നെ. അത് മാർക്സ് പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കോർപ്പറേറ്റുകൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് അവരുടെ ലാഭം മാത്രമാണ്. അതിനെ മാത്രം അനുകൂലിക്കുന്ന, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനവും മാറുമ്പോൾ അതിനെ ഇവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് STUവിന്റെ ഈ സമ്മേളനം ഇവിടെ പറയുകയുണ്ടായി. എന്നതുപോലെ തന്നെ STU നടത്തുന്ന ഒരുപാട് സമരങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു. എന്നാൽ സമരങ്ങളോടൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും വലിയൊരു സമരം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ വലിയൊരു സമരം കേരളത്തിൽ വരാനിരിക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഗവൺമെന്റ് ഇവിടെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും. പുതിയൊരു ഗവൺമെന്റ് വരും. ഐക്യജനാധിപത്യ മുന്നണി ഇൻഷാ അല്ലാഹ് അധികാരത്തിൽ വരും. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, അപ്പോഴും വല്ല തൊഴിൽ വിരുദ്ധ സമീപനവും ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ സമരം ചെയ്യണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അത് തിരുത്താനുള്ള ശക്തി തൊഴിലാളികൾ തിരുത്തുന്നവരാണല്ലോ. തൊഴിലാളികൾ നിർമ്മിക്കുന്നവരും അതേ അവസരത്തിൽ തിരുത്തുന്നവരുമാണ്. ഏത് കാര്യത്തിലും നിർമ്മിക്കുവാനും തിരുത്തുവാനുമുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്.